ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കോലത്തിൽ നിന്നും ഈ ഒരു കോലത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് ജന്മനായുള്ള സ്കിൻ ടോൺ ആണ്, നിറമാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റില്ല ഇതൊക്കെ. പക്ഷേ അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതുപോലെ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഞാൻ ഒരുപാട് പിമ്പിൾസും ഡാർക്ക് സ്പോട്സും ഒരുപാട്, അതുപോലെ തന്നെ എൻ്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇത്രയും ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. കാരണം ഇതിന്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഒരു സ്ക്രബ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നിട്ട്. അതിനായിട്ട് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന, അല്ലെങ്കിൽ ഒരുപാട് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് ഓട്സ്. അതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 2 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും, അതുപോലെ തന്നെ ഒരു ക്രീമി സ്ട്രക്ചറും ആയിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ഒരു സ്ക്രബ് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കറിയാം ആൻറ്റി ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര ഒരു ഓപ്പൺ പോൾസൊക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി കിട്ടുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓട്സ് മുന്നേ ട്രൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്സ് ഇതുപോലെ ചെയ്യുക. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും, നമുക്ക് ഈ ഒരു സ്ക്രബ് നമുക്ക് ഡെയിലി, ആക്ച്വലി നമ്മൾ സ്ക്രബ് എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമേ അല്ല കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പാലിൽ കുറച്ച് നേരം അതൊന്ന് കുതിരാൻ വെച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു ക്രീമി സ്ട്രക്ചറിൽ വരുമ്പോഴത്തേക്കുമാണ് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് ഫേസിൽ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് കൊടുക്കുക കേട്ടോ. അതായത് നന്നായിട്ടൊന്ന് ഒരു മസാജിങ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു സ്ക്രബ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കൊന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടും, പിന്നെ ചില ആളുകൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലും താഴെയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്ക്രബിങ്ങിലൂടെ അത് നന്നായിട്ട് റിമൂവ് ആയി പോകും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മസാജിങ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്കൊരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കാണിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി വാഷ് ചെയ്ത് കളയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ആ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ. സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കാണ് കേട്ടോ. ഈ പാക്ക് റെഡിയാക്കി വേണ്ടിയിട്ട് ഞാനിതാ 1 ടീസ്പൂൺ നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട്. സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ മുൾട്ടാനി മിൽറ്റി നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തേന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിന് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അന്നത്തെ തലേ ദിവസത്തൊന്നും വേണ്ട, അന്നത്തെ ദിവസത്തെ തന്നെ എടുക്കാം. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ക്രീമി സ്ട്രക്ചറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പാക്ക് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജും കൂടെ വരുമ്പോഴത്തേക്കും കിഡിലും റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ക്രബും ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കുമാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ 1 വീക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ട്. അപ്പോൾ 1 വീക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ എന്തായാലും ഒരു അടിപൊളി റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. എനിക്ക് മാക്സിമം ഒരു 1 മന്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ
കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുകാർക്കെല്ലാം ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. എൻ്റെ ആ ഒരു പണ്ടത്തെ കോലം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇത്രയും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിനും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രബിനും ഇനി ഇത് കൂടാതെ നമുക്കൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ആകുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് കിട്ടും. പിന്നെ നമ്മൾ വേറെ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് മാക്സിമം ഒരു 15 അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കളയാം, അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് കിട്ടിലും റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്തൊന്നും പോയി വാഷ് ചെയ്യാണ്ട് നിങ്ങൾക്ക് നേരിട്ട് റിസൾട്ട് കാണിച്ചു തരാം, ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാമെന്നും വിചാരിച്ചിട്ട് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടാണ്. മസ്റ്റ് ട്രൈ ആണ് മക്കളെ. എന്തായാലും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും കിഡിലെ റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് കൂടിയാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ മുന്നേ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഫോട്ടോസിലൊക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസലായിട്ട് എനിക്ക് പണി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാക്കും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കിഡിലും റിസൾട്ടാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് ഉള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ ഓട്സ് ആണ് നമ്മൾ ഒരു സ്ക്രബായിട്ട് ചെയ്തിട്ടുള്ളത്. ഓട്സ് ആയിരുന്നു നമ്മുടെ ആൻറ്റി ഏജിങ് കുറയ്ക്കാനായിട്ടാണെങ്കിലും സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ സ്ക്രബ് ഡെയിലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഇതിലുണ്ടാവും. പക്ഷെ നമ്മൾ സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്സ് നന്നായിട്ട് പാലൊഴിച്ചിട്ട് ജസ്റ്റ് അത് കുതിർന്നതിന് ശേഷം മാത്രം കൈ വെച്ചത് പ്രസ് ചെയ്ത് എന്നിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു പാക്കും നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്കിൻ കെയർ ഓയിലും കൂടെ ഉണ്ട്. അതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആ ഒരു ഓയിൽ കാണിക്കുന്നതാണ്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.